ഓക്കെ, ഇപ്പം എൻ്റെ വാഹനം ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒതുക്കിയാണ് നിർത്തിയിട്ടേക്കുന്നത്. ചെറിയൊരു കയറ്റത്താണ് വാഹനം നിൽക്കുന്നത്. ഞാൻ ഇവിടെ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് എൻ്റെ കാല് ഞാൻ ബ്രേക്കിലേക്ക് എടുത്ത് വെച്ചു, ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി. ഓക്കെ, ശേഷം വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു, വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു. എന്നിട്ട് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു ചെറിയ കയറ്റത്ത് നിന്ന് നമ്മുടെ വാഹനം ഇപ്പോൾ ഒരു ഗട്ടറും ലെഫ്റ്റ് സൈഡിൽ ചേർത്താണ് വണ്ടി നിർത്തിയേക്കുന്നത്. ഇവിടുന്ന് നമ്മൾ വണ്ടി റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും തന്നെ വണ്ടിയുടെ കൺട്രോൾ കിട്ടത്തില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വണ്ടി എടുക്കാനായിട്ട് പലർക്കും തന്നെ ഒരു ഫിയർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്? ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങളുടെ വണ്ടിയുടെ ടയർ ഏത് കണ്ടീഷനിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ടയർ നേരെയാണോ അതോ ഇടതോ വലതോ തിരിഞ്ഞു കിടപ്പുണ്ടോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് മുന്നോട്ടൊന്ന് അനക്കി നോക്കിയത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗ് കൃത്യമായിട്ടും ഇടത് വലത് തിരിച്ച് നോക്കണം എങ്ങനെയാണ് വണ്ടി കിടക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഇതേ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് വണ്ടി ഒന്ന് അനക്കാണ്. അനക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി നേരെ പോകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണെന്നുള്ളതാണ്. അപ്പം ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, റൈറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിക്കുക, വെറും ഒരേ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിക്കുക. എന്നിട്ട് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. കയറ്റം ആയതുകൊണ്ട് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുക. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കണം. മുന്നോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആക്സിലറേഷൻ അമിതമായിട്ടാകാൻ പാടില്ല. അമിതമായിട്ട് ആക്സിലറേഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ മുന്നോട്ട് ശകലം കൊടുത്തോണ്ട്, എന്നാൽ തീർത്തും കുറയ്ക്കാനും പാടില്ല. ആവറേജ് ഒരു നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുക. വണ്ടി റോഡിലേക്ക് പ്രവേശിച്ചാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ അയക്കുകയും സ്റ്റിയറിങ്ങിനെ നേരെയാക്കുകയും ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് വണ്ടി റോഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആക്സിലറേഷൻ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടി എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാതെ വണ്ടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിയും.